ഓർമ്മകളിൽ ഇന്നും അനന്തപുരിയുണ്ട്. തിരുവനന്തപുരം സ്വദേശിയായ ഹരികുമാറിന്റെ തലസ്ഥാനത്തേക്കുള്ള ആദ്യ ഔദ്യോഗിക യാത്രയാണിത്. FACT ജീവനക്കാരനായിരുന്ന പിതാവിന് ഇടയ്ക്കിടെ ട്രാൻസ്ഫർ കിട്ടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ 7ാം ക്ലാസ് വരെ വഴുതക്കാട് കാർമൽ കോൺവെന്റ് സ്കൂളിൽ പഠിച്ചു. I was registered as a private student in class 6 with the condition that if I clear the Malayalam exam after 6 months I'll be changed over to the normal student. We took on that challenge and I think in 3 months Jamila teacher gave a report that he is okay, he is able to cope up, there is no problem. ഇടയ്ക്കിടെ കലാലയ ഓർമ്മകൾ മനസ്സിലേക്കെത്തും. ബന്ധുക്കളെ കാണാൻ ഇടയ്ക്കിടെ തലസ്ഥാനത്ത് എത്താറുണ്ടെങ്കിലും സ്കൂൾ സന്ദർശനം ഒരു ആശയായി ഒതുങ്ങി. ഇതിനിടെ പഠിപ്പിച്ച അധ്യാപകരെ കാണണമെന്നുള്ള മോഹവും കൂടി വന്നു. എത്ര പറഞ്ഞാലും എനിക്ക് ആ സന്തോഷം അടക്കാൻ കഴിയുന്നില്ല. ടു ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണ്. ഈ മോനെ കാണുമ്പോഴേ ഞാൻ റെസ്പെക്റ്റ് ചെയ്യണമോ അതോ സ്നേഹിക്കണമോ, ഇതായിരുന്നു എൻ്റെ ചിന്ത. കണ്ടുടനെ മനസ്സിലാക്കി എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യമാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇത്തവണ അത് സാധിച്ചു. സ്കൂളിലെത്തുക മാത്രമല്ല, തൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെയും തനിക്കൊപ്പം 50 വർഷം മുൻപ് ഇതേ ക്ലാസ്സിലിരുന്നവരെയും കാണാനായി. താൻ പഠിച്ച 7ാം ക്ലാസ്സിലെ മുറിയിൽ സഹപാഠികളുമായി അധ്യാപകരുമായി ഒത്തുചേരുകയാണ് അഡ്മിറൽ. ഔദ്യോഗിക സന്ദർശനമായതിനാൽ ഇത്തവണ വലിയ സുരക്ഷാ വലയത്തിലാണ് സ്കൂളിലെത്തിയതും വിദ്യാർത്ഥികളുമായി സംവദിച്ചതും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ജിബിൻ ജെവി ചേരുന്നു. ഗുഡ് മോർണിംഗ് ജിബിൻ. ഇതിലപ്പുറം നമുക്കൊക്കെ ഒരു അഭിമാനവും സന്തോഷവും എന്തുണ്ടല്ലേ? നമ്മുടെ മലയാളിയായ ഒരാൾ ഒരു സേനയുടെ മേധാവിയാവുക, തലസ്ഥാനത്ത് എത്തുക എന്നൊക്കെ പറയുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ ആ വരവും ആ അന്തരീക്ഷവും ഒക്കെ ജിബിൻ? അതായത് പലരും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് പലരും പല ഉന്നത സ്ഥാനങ്ങളിലൊക്കെ തന്നെ എത്തിയിട്ടുണ്ടെങ്കിലും ഇതുപോലെ തന്നെ നാവികസേനയുടെ മേധാവി അഡ്മിറലാകുന്ന ആദ്യ ആളാണ് ഈ ഹരികുമാർ എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ നമുക്ക് ഈ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ തന്നെ സ്കൂളിൽ പോകുന്നതിനും സ്കൂളിൽ എല്ലാ ദിവസവും പഠിക്കുന്നതിനൊക്കെ തന്നെ വളരെ മടി പ്രകടിപ്പിച്ചിരുന്നവരായിരുന്നു നമ്മളിൽ പലരും. പക്ഷേ നമ്മൾ കുറച്ചൊന്ന് വലുതായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കോളേജ് കാലഘട്ടമൊക്കെ കഴിഞ്ഞ് സ്കൂൾ ഒരു ജോലിയിലൊക്കെ തന്നെ പ്രവേശിച്ച് കഴിഞ്ഞാൽ പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതും ഈ ഒരു സ്കൂൾ കാലഘട്ടം തന്നെയായിരിക്കും. നമുക്ക് ഒന്ന് പോകാൻ പോലും പറ്റിയെന്ന് വരാത്ത ഒരു അവസ്ഥയായിരിക്കും പിന്നീട് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് ഈ അഡ്മിറൽ ഹരികുമാറിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ അദ്ദേഹം വളർന്നു, അദ്ദേഹത്തിന് ഓരോ സ്ഥാനങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ നാവികസേനയുടെ തന്നെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് എന്നും ഉണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു അദ്ദേഹം പഠിച്ച, അതായത് 6-7 ക്ലാസ്സുകളിൽ അദ്ദേഹം പഠിച്ച കാർമൽ സ്കൂളിൽ എത്തുന്നതിനും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും അധികം ഇഷ്ടമുണ്ടായിരുന്ന ടീച്ചറായ ജമീല ടീച്ചറിനെ കാണുന്നതിനും തൻ്റെ സഹപാഠികളെയൊക്കെ തന്നെ കാണുന്നതിന് അദ്ദേഹത്തിന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അറിയാം, നാവികസേനയുടെ മേധാവിയായിരിക്കുന്നത് കൊണ്ട് തന്നെ ഒട്ടനവധി പ്രോട്ടോക്കോളൊക്കെ തന്നെ പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു സാധാരണക്കാരൻ സ്കൂളിൽ എത്തുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു സാധാരണ മുൻപ് പഠിച്ചിരുന്ന ഒരു കുട്ടി സ്കൂളിലേക്ക് എത്തുന്നത് പോലെയോ അധ്യാപികയെ കാണാൻ എത്തുന്നത് പോലെയോ ഒക്കെ തന്നെ അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം പല തവണ തിരുവനന്തപുരത്ത് ഇതിനു ശേഷം ഈ ഒരു മേധാവി ആയതിനു ശേഷം പലതവണ അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് സ്കൂളിലെത്താനോ ഇവരെ ഒന്ന് കാണാനോ സെക്യൂരിറ്റി പ്രോബ്ലംസ് ഒക്കെ കൊണ്ട് സാധിച്ചിരുന്നത്. പക്ഷേ ഇത്തവണ അദ്ദേഹം ഈ ഒരു മേധാവി ആയതിനു ശേഷം പലതവണ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഔദ്യോഗികമായ ഒരു പരിപാടിക്ക് തിരുവനന്തപുരത്ത് എത്തുന്നത് ഇത് ആദ്യമായിട്ടാണ്. ആ ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹം ഈ കാർമൽ സ്കൂളിലെത്തുകയും തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അതായത് തനിക്ക് മലയാളത്തിൽ വലിയൊരു കഴിവുണ്ട് എന്ന് തന്നോട് ആദ്യമായി പറഞ്ഞ ജമീല ടീച്ചറിനെ അദ്ദേഹത്തിന് കാണാനും ഒക്കെ സാധിച്ചത് ഇന്നലെയാണ്. അതുമാത്രമല്ല, അദ്ദേഹം സ്കൂളിലെത്തുകയും അദ്ദേഹം പഠിച്ച ക്ലാസ്സിൽ പോയി ഇരിക്കുകയും ആ സ്കൂളിൽ നിലവിൽ പഠിക്കുന്ന കുട്ടികളുമായിട്ടൊക്കെ തന്നെ സംവദിക്കുകയൊക്കെ ചെയ്തിരുന്നു. വളരെയധികം അദ്ദേഹത്തിന് മാത്രമല്ല നമുക്ക് കാണുന്ന നമുക്ക് പോലും സന്തോഷം തോന്നുന്ന കുറച്ച് നിമിഷങ്ങളായിരുന്നു ഇന്നലെ. അദ്ദേഹം പിന്നീട് ഔദ്യോഗികമായിട്ടുള്ള പരിപാടിക്കാണ് എത്തിയത്. അദ്ദേഹം ഇന്നലെ ഗവർണറുമായിട്ടുള്ള സന്ദർശനം ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. അതുപോലെ തന്നെ നാവികസേനയുടെ പല പുതിയതായിട്ടുള്ള യന്ത്രക്കോപ്പുകളൊക്കെ ഉണ്ടാക്കുന്ന തിരുവനന്തപുരത്തെ ആസ്ഥാനത്തൊക്കെ തന്നെ എത്തി അതൊക്കെ തന്നെ അദ്ദേഹം വിലയിരുത്തിയിരുന്നു. അതായത് ഔദ്യോഗികമായ ഒരു പരിപാടിക്കാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയതെങ്കിൽ പോലും തൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളും തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്ന സ്കൂൾ എന്നുള്ള സ്വപ്നത്തിലേക്ക് വീണ്ടും എത്താനുമുള്ള ആ ഒരു ആഗ്രഹമൊക്കെ തന്നെ പൂർത്തിയാക്കിയതിനു ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ മടങ്ങുന്നത്.